ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായി വെൽഫെയർ പാർട്ടി പ്രവർത്തകനെ നിയമിച്ചു. വെറും പ്രവർത്തകനല്ല, മുതിർന്ന നേതാവ് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി. വലിയ പ്രതിഷേധവും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് KPCCക്ക് പരാതി കൊടുത്തു. കായംകുളം സ്വദേശി യു ഷൈജുവിനെയാണ്, വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകനാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്, അങ്ങനെയുള്ള ഒരാളെയാണ് റോജി എം ജോണിൻ്റെ ഓഫീസിൽ നിയമിച്ചിരിക്കുന്നത്, പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചിരിക്കുന്നത്. അത് തിരുത്തണം. യു ഷൈജുവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കണം ആവശ്യവുമായി രംഗത്ത് വന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ്, കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളാണ്. കോൺഗ്രസിൻ്റെ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. KPCCക്ക് പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ പരസ്യമായി രംഗത്ത് വരികയും പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. യു ഷൈജുവിനെ റോജി എം ജോണിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ആവശ്യം. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, വെൽഫെയർ പാർട്ടി പ്രവർത്തകനാണ്. UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആളാണ്. പ്രവർത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു കൊടുത്തു മാധ്യമങ്ങൾക്ക് കൈമാറി അഫ്സൽ പ്ലാമൂട്ടിൽ. എന്ന് വെച്ചാൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. നേരെ അപ്പുറത്ത് രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ സംഘപരിവാറുകാരനെ നിയമിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. കോൺഗ്രസ് വിമർശകനാണ്. മൻമോഹൻ സിംഗിനെ അടക്കം വിമർശിച്ചു കൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. സംഘപരിവാറുകാരനാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. ഒരു മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരനെ മന്ത്രിയുടെ സ്റ്റാഫായി നിയമിക്കുന്നു, അതിൽ തെറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഘടകകക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത്. UDFന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ചവരാണ്. UDFന് രാഷ്ട്രീയമായും ആശയപരമായും നേതൃത്വം നൽകാൻ പ്രവർത്തിച്ചവരാണ്. അതിന് മുൻപന്തിയിൽ നിന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ വ്യൂഹങ്ങളും, ന്യൂസ് ചാനലാകട്ടെ, പത്രമാകട്ടെ, അവരുടെ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഒരേ ശബ്ദത്തിൽ UDFന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്നു. LDFനെതിരെ പ്രവർത്തിച്ചു. LDFും BJPയും തമ്മിൽ ഡീലാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു. അത് മുസ്ലിം കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുകയും മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് UDF സർക്കാർ. അതുകൊണ്ട് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിക്കാരനെ, വെൽഫെയർ പാർട്ടിക്കാരനെ ഒരു മന്ത്രിയുടെയല്ല, വിവിധ മന്ത്രിമാരുടെ ഓഫീസിൽ നിയമിച്ചിട്ടുണ്ടാകണം. ഒരാളുടെ പേര് മാത്രമാണ് പുറത്തു വന്നത്, അതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലാണ് എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യവും കൂടിയാണ്. അപ്പുറത്ത് സംഘപരിവാറുകാരനെ മന്ത്രിയുടെ ഓഫീസിൽ നിയമിക്കുന്നു. ഇതാണ് ആരോപണം. എന്ന് വെച്ചാൽ സംഘപരിവാറും RSSും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി പ്രവർത്തിച്ചതാണ്. 30ഓളം മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ചു കൊടുത്തതാണ്. 3 സീറ്റ് BJPക്ക്, 30 സീറ്റുകളിൽ തിരിച്ച് കോൺഗ്രസിനെ സഹായിക്കുന്നു, UDFനെ സഹായിക്കുന്നു. അങ്ങനെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണി പോലെ പ്രവർത്തിച്ചവരാണ് RSSും UDFും. അപ്പോൾ UDF അധികാരത്തിൽ വരുന്നു, RSSന്റെ കൂടി ഉൽപ്പന്നമാണ്. അങ്ങനെ വരുമ്പോൾ RSSകാരനെയും മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ ഉൾപ്പെടുത്തും. മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ മാത്രമല്ല, അഡ്വക്കേറ്റ് ജനറലാക്കും. സർവകലാശാലയിൽ ഇടപെടില്ല. അവിടെ ഗവർണർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. അങ്ങനെ വിവിധ തലത്തിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, RSSന്റെ അജണ്ട നടപ്പാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് UDFന്റെ ആവശ്യമാണ്. അത് ഒരു കരാറാണ്. അതിൽ വ്യവരാതിപ്പെട്ടിട്ട് കാര്യമില്ല, പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകർ തെരുവിൽ അടികൊണ്ട് കോൺഗ്രസിനെ വളർത്താൻ, UDFനെ അധികാരത്തിലേറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്, നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ബാനർ കെട്ടിയിട്ടുണ്ട്, മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ടുണ്ട്, പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. കാര്യങ്ങളൊക്കെ മറ്റൊരു തലത്തിലാണ് തീരുമാനങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്, വെൽഫെയർ പാർട്ടിയുടെ നേതാവ്, മന്ത്രി റോജി എം ജോണിൻ്റെ ഓഫീസിലെത്തുന്നത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ സംഘപരിവാറുകാരനും എത്തുന്നത്.